നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോൺവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഈ മാസം ബ്രസീൽ 2 കളികൾ കളിക്കുന്നത്. ഒന്ന് കൊളംബിയക്കെതിരെയും ഒന്ന് അർജന്റീനയ്ക്കെതിരെയുമാണ്. മാർച്ച് 20 കൊളംബിയക്കെതിരെ, മാർച്ച് 25 അർജന്റീനയ്ക്കെതിരെ. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടാവും. അതായത് മാർച്ച് 21 കൊളംബിയക്കെതിരെയുള്ള കളി, മാർച്ച് 26 അർജന്റീനയ്ക്കെതിരെയുള്ള കളി. ഈ കളികൾക്ക് മുന്നോടിയായിട്ടുള്ള ബ്രസീൽ സ്ക്വാഡിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ശേഷമുള്ള ആ ഒരു പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും അർജന്റീനയ്ക്കെതിരെയുള്ള ആ ഒരു പോരാട്ടത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അത് അവേ മത്സരവുമാണ്. വലിയ റിവൽറിയാണ് ഈ രണ്ട് ടീമുകൾക്ക് തമ്മിൽ. കഴിഞ്ഞ തവണ ഇതിൻ്റെ ആദ്യ ലെഗിൽ ബ്രസീൽ വെച്ച് കളി നടന്നപ്പോൾ ഗാലറിയിൽ ഉണ്ടായിട്ടുള്ള അടിപൊട്ടലും, ലിയോ മെസ്സി ടീമിനെ വിളിച്ച് ഗ്രൗണ്ട് വിട്ട് പോയതും, പിന്നെ റോഡ്രിഗോയും ഒക്കെ ആയിട്ടുണ്ടായിട്ടുള്ള ഉരസലും ഒക്കെ വലിയ രൂപത്തിൽ വാർത്തയായിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അർജന്റീനയിൽ പോയിട്ട് വേണം ബ്രസീലിന് കളിക്കാൻ. ഒട്ടും എളുപ്പമല്ല. ഇപ്പോൾ ഫിഫ റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള ടീമാണ് അർജന്റീന. കോൺവോൾഡ് വേൾഡ് കപ്പ് ക്വാളിഫയറിലും അർജന്റീന 1-ാമതാണ്. അങ്ങനെയുള്ള എതിരാളികൾക്കെതിരെ കളിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് കോച്ചിനോട് ചോദിക്കുമ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞ വാക്കുകൾ നോക്കുക. നേച്ചുറലാണ് ഇങ്ങനെയുള്ള റൈവൽറീസ് ഉണ്ടാവുക എന്നുള്ളത്. അതിൽ നിന്നും ആരും ഒളിച്ചോടുന്നില്ല. ആരും അതിൽ എസ്കേപ്പ് ആവുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കളിയിൽ ഫോക്കസ് ചെയ്യുന്നു. ഞങ്ങളുടെ ഓപ്പണൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പഠിക്കേണ്ടതുണ്ട്. അതിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കളിക്കളത്തിൽ ഞങ്ങളിത് കാണിക്കുകയും ചെയ്യും. ഞങ്ങൾ നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യും. ബെസ്റ്റ് പോസിബിൾ രൂപത്തിലായിരിക്കും എതിരാളികൾക്ക് നേരെ ഞങ്ങൾ ചെല്ലുക. അവർക്കും അറിയാം ഇത് ബുദ്ധിമുട്ടേറിയ മത്സരങ്ങളാണ് എന്ന്. ബ്രസീൽ ത്രൂ ഔട്ട് ദി വേൾഡ് ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. എനിക്കൊരു സംശയവുമില്ല. ഈ രണ്ട് മത്സരങ്ങൾ, ഇപ്പോൾ അർജന്റീനയ്ക്കെതിരെ മാത്രമല്ല കൊളംബിയക്കെതിരെയുള്ള മത്സരവും, ഈ രണ്ട് മത്സരങ്ങളും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളായിരിക്കും. ഈ കോമ്പറ്റീഷനിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ടീമുകളുമായിട്ടുള്ള പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഇനഫ് ക്വാളിറ്റി ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ തൊട്ടരികിലാണ് നമ്മുടെ ടീം ഉള്ളത്. വളരെ അധികം കോൺഫിഡൻ്റ് ആണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഗോഡ് വില്ലിങ് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കും. നമുക്കൊരല്പം ക്ഷമയുടെ കാര്യം മാത്രമേ ഇനി വേണ്ടതുള്ളൂ എന്ന് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്നു. അതായത് ബ്രസീൽ ടീം തങ്ങളുടെ മികവ് തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബ്രേക്ക് ത്രൂവിന് തൊട്ടരികിലാണുള്ളത്. ഗ്രേറ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരല്പം കൂടി ക്ഷമിക്കൂ എന്ന് കോച്ച് പറയുമ്പോൾ ബ്രസീലിന് ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. അർജന്റീനയിൽ പോയി അർജന്റീനയെ പരാജയപ്പെടുത്താൻ ബ്രസീലിനാവുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.